ആലമ്പാടിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരെ പരാമർശിച്ചില്ലെങ്കിൽ ഈ ദൗത്യം അപൂർണമായിരിക്കും. ആലമ്പാടിയുടെ ഗതകാല ചരിത്രം അയവിറക്കുമ്പോൾ ആലമ്പാടി പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഉമർ മുസ്ലിയാരെക്കുറിച്ച് മനസ്സിലാക്കൽ ആവശ്യമാണ്. ആലമ്പാടി ജുമാ മസ്ജിദിൻ്റെ മുമ്പത്തെ ഖത്തീബായിരുന്നു അദ്ദേഹം. മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്ന ആ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ നാഡീമിടിപ്പുകൾ തൊട്ടറിഞ്ഞ്, കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞ്, പിഴക്കാത്ത ദിശാബോധത്തോടെ സമൂഹത്തിൻ്റെ കടിഞ്ഞാൺ പിടിക്കാൻ ആർജവം കാണിച്ച മഹാനവറുകൾ, ആഴങ്ങൾ കീഴടക്കിയ പണ്ഡിതനും ആത്മീയ പരിഭാവനത്വം വരിച്ച മഹാസൂഫിവേര്യരുമായിരുന്നു. അദ്ദേഹത്തെ സമീപിച്ച് അനുഗ്രഹം വാങ്ങുന്നതിന് മുസ്ലിങ്ങൾക്ക് പുറമെ ഇതര മതസ്ഥരായിരുന്നു കൂടുതൽ. ദീനീ മസ്അലകളുടെ വിധിക്ക് ഈ പ്രദേശത്തെ ആളുകൾ കാസർഗോഡ് തളങ്കരയിലേക്ക് പോകൽ പതിവായിരുന്നു. പക്ഷേ ഖാളിമാർ ഉമർ മുസ്ലിയാരുടെ അടുത്തേക്കാണ് തിരിച്ചയച്ചിരുന്നത്. ആലമ്പാടിയിലും സമീപ പ്രദേശങ്ങളിലും വബാഹ് രോഗം പിടിപെട്ട് നിരവധി പേർ മരിച്ചു വീഴാൻ തുടങ്ങിയപ്പോൾ സയ്യിദ് പൂക്കോയ തങ്ങളോടൊപ്പം പ്രദേശത്തെ വീടുകളിൽ നിന്നും പ്രതിനിധികളെ ക്ഷണിച്ചു വരുത്തി ഒരു മൈതാനിയിൽ ഖിളർ അലൈഹിസ്സലാമിൻ്റെ പേരിൽ ദുആ ചെയ്ത് മധുര പലഹാര വിതരണം നടത്തി തക്ബീർ ചൊല്ലി കൊടിപിടിച്ച് പ്രദേശം മുഴുവനും കറങ്ങി. മഹാനവറുകളുടെ നീണ്ടകാലത്തെ ദീനീ സേവനത്തിന് ശേഷം മകൻ മമ്മ മുസ്ലിയാരും പിതാവിൻ്റെ പാതയിൽ ദീർഘകാലം സഞ്ചരിച്ചു. മമ്മ മുസ്ലിയാർ അറബി കവിതയിൽ നൈപുണ്യം നേടിയ പണ്ഡിതനും അറബി കവിയുമായിരുന്നു. 1940 ആലമ്പാടിയിൽ ദർസ് പഠിപ്പിക്കാൻ വന്ന മലപ്പുറം വടക്കാങ്കരയിലെ ഒരു യുവ പണ്ഡിതൻ മകനെ കൃഷിക്കാരനാക്കണമെന്ന ബാപ്പയുടെ ആഗ്രഹം ചെവിക്കൊള്ളാതെ ഇൽമ പഠിക്കുവാനിറങ്ങിയ അദ്ദേഹം ആലമ്പാടിയുടെ ചരിത്രത്തിൽ ഇടം നേടുകയായിരുന്നു. അതെ, ദർസ് ഉസ്താദ് എന്ന് അറിയപ്പെടുന്ന PV മൊയ്തീൻകുട്ടി മുസ്ലിയാരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആദ്യ വരവിന് ശേഷം തിരിച്ചുപോയി മറ്റൊരിടത്ത് ജോലി ചെയ്യവേ പരേതനായ അബ്ദുൽ ഖാദർ ഹാജി ഉസ്താദിനെ കത്തയച്ച് വിളിപ്പിച്ചു. പിന്നീട് ആലമ്പാടിയിൽ സ്ഥിര താമസമാക്കിയ അദ്ദേഹം ഖത്തീബിൻ്റെ ചുമതലയും ഏറ്റെടുത്തു. വളരെ അത്യുന്നതമായ വ്യക്തിത്വത്തിന് ഉടമയായ അദ്ദേഹം നിരവധി മഹത്വങ്ങളുടെ ഉടമയുമായിരുന്നു. ആരോടും സ്നേഹാർദ്രമായ അവരുടെ പെരുമാറ്റം ആരിലും കുളിർമ നൽകുന്നതായിരുന്നു. ജമാഅത്ത് സംവിധാനവും ദർസുമെല്ലാം ദർസ് ഉസ്താദ് വന്നതിന് ശേഷമാണ് ആരംഭിച്ചത്. ദർസ് പഠിപ്പിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദർസ് ഉസ്താദ് എന്ന പേര് ലഭിച്ചത്. റമദാനിലെ വയൽ പരിപാടി തുടങ്ങിയത് ദർസ് ഉസ്താദായിരുന്നു. അതിനു മുമ്പ് ഓരോ വീട്ടിലും പോയി തോബ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ആലമ്പാടിയുടെ എല്ലാമെല്ലാമായിരുന്ന ദർസ് ഉസ്താദ് 1990 നമ്മെ വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം വിജയമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 1987 വരെയാണ് ദർസ് ഉസ്താദ് ഖത്തീബായി തുടർന്നത്. തുടർന്ന് വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് ആ മഹൽ സ്ഥാനം മകൻ അബ്ദുൽ സലാം ദാരിമിയെ ഏൽപ്പിച്ചു. പിതാവിൻ്റെ പാതയിലൂടെ തന്നെയായിരുന്നു മകൻ അബ്ദുൽ സലാം ദാരിമിയും. മനോധൈര്യവും മനക്കരുത്തും കൈവിടാതെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന അബ്ദുൽ സലാം ദാരിമി സ്വലാത്ത് ഉൾപ്പെടെയുള്ള പുണ്യപ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്നു. സ്വലാത്ത് വാർഷികങ്ങളിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത സഹായ പ്രവർത്തനങ്ങൾ പല പാവപ്പെട്ട കുടുംബങ്ങളുടെയും കണ്ണീരൊപ്പാൻ സഹായകമായിട്ടുണ്ട്. മികച്ച പ്രാസംഗികനായ അദ്ദേഹം റമദാനിലെ 30 ദിനങ്ങളിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടത്തുന്ന വയൽ ശ്രവിക്കാൻ നാട്ടിലെ ആബാലവൃദ്ധജനങ്ങൾ ആവേശത്തോടെ എത്താറുണ്ട്. ഒരു വ്യക്തി ഒരു നാടിൻ്റെയും ജനതയുടെയും സുഹൃതമായി ഭവിക്കുക. അപൂർവ ജനുസ്സുകളിൽ നിന്ന് മാത്രമേ ഈ വിശേഷ പ്രതിഭാസം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ആലമ്പാടി ഉസ്താദ് എന്ന നാമധേയത്തിൽ പ്രസിദ്ധനായ AM കുഞ്ഞബ്ദുല്ല മുസ്ലിയാർ ഈ ഗണത്തിൽപ്പെടുന്നു. 1961 സ്വന്തം ഗുരുവായ മഞ്ഞനാടി ഉസ്താദിൻ്റെ തൃക്കരങ്ങളാൽ ഉദ്ഘാടനം നിർവഹിച്ച പള്ളി ദർസ് 4.5 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഒരു പണ്ഡിതൻ്റെ സമൂഹത്തോടുള്ള ബാധ്യത എന്താണെന്ന് സമുദായത്തിനും ശിഷ്യന്മാർക്കും കാണിച്ചു കൊടുക്കുന്ന ഷെയ്ഖുന, മുജാഹിദ്, തബ്ലീഗ് തുടങ്ങിയ പുത്തൻ പ്രസ്ഥാനങ്ങളുടെ വാദഗതികൾ ഈ വാർദ്ധക്യകാലത്ത് പോലും പ്രസംഗവേദികളിൽ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്നു. ഭൗതിക ചുറ്റുപാടുകളോട് പുറംതിരിഞ്ഞുകൊണ്ട് ആത്മീയ ചൈതന്യത്തോട് കൂടുതൽ ഇഷ്കും ആവേശവും അദ്ദേഹത്തിൽ തെളിഞ്ഞു കാണാൻ സാധിക്കും.
അനവധി ശിഷ്യഗണങ്ങൾ കേരളത്തിനകത്തും പുറത്തും അദ്ദേഹത്തിനുണ്ട്. മാണിക്കോത്ത് അബ്ദുല്ല മുസ്ലിയാർ, ബേക്കലം ഇബ്രാഹിം മുസ്ലിയാർ, അബ്ദുൽ അസീസ് ഹാജി, മുഗു അബ്ദുല്ല മുസ്ലിയാർ, ആദം മുസ്ലിയാർ, ഹമീദ് മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖ പണ്ഡിതന്മാർ അദ്ദേഹത്തിൽ നിന്ന് ഇൽമു നുകർന്ന പ്രമുഖരാണ്.